ഊരി വെക്കാം, അതുപോലെ തന്നെ എടുത്ത് ഫിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നേരിയതുപോലെ ആയതുകൊണ്ട് എനിക്ക് ഈ ചിരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആൾക്കാർക്കും ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ വീണ്ടും നമ്മുടെ അജ്മാനിലെത്തിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പല്ലിന് എന്താണ് സംഭവം, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു എൻ്റെ പല്ല് ഭയങ്കര ഉന്തിയിരിക്കുന്നത്. ശരിക്കും ഉന്തിയിരിക്കുന്നതല്ല. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്നുണ്ടായില്ല. പിന്നെ ഞാൻ ലാഷ് വെച്ചു. എൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് വെച്ചതാട്ടോ. ഒരാഗ്രഹം തോന്നിയപ്പോൾ ഈ സൈഡിൽ മാത്രം കൊള്ളാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അജ്മാൻ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോകണം. എന്താ സംഭവങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം എൻ്റെ പല്ല് എല്ലാവരും പറയുന്നത് വലിയ പല്ല് അങ്ങനെയല്ല, ചെറുതായിട്ട് നമ്മൾ നീളം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഭാഗ്യത്തിന് ആ ടൈറ്റ് എടുത്ത് കെട്ടിക്കൊണ്ടു. അത് യൂട്യൂബ് കൂടെ അല്ല ഇതൊന്നും പറഞ്ഞാലോ. ഇപ്പം ഞാനുള്ളത് നമ്മുടെ കരാമയാണ് കേട്ടോ. ഇത് എൻ്റെ പല്ലിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. സോ എൻ്റെ പല്ല് ഭയങ്കര ഉന്തിയിട്ടുള്ളതാണെന്നുള്ളത് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പല്ല് ശരിക്കും ഉന്തിയതല്ല. എൻ്റെ പല്ല്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഫ്രണ്ടിലോട്ട് നീളമുണ്ട് 2 പല്ല്. അപ്പം അതുകൊണ്ട് ആ പല്ല് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും പല്ലുന്തിയതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് എപ്പോഴും പല്ലുന്തിയതാണ്, പല്ല് കമ്പിയിട്ട് അത് ഇതെന്ന് പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ എൻ്റെ പല്ല് നല്ല വലുപ്പമുള്ള പല്ലാകൊണ്ട് ചിരിക്കുമ്പോൾ ചുണ്ട് ചേർത്താണ്ട് പല്ലുന്തിയതായിട്ട് കാണുന്നതാണ്. അപ്പോൾ പല്ലിപ്പോൾ ഉന്തിയിട്ടില്ല. ഞാനതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോന്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പല്ലിൻ്റെ കാര്യം ഓൾറെഡി ഞാനിപ്പോൾ കഴിഞ്ഞ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. എൻ്റെ പല്ല് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പല്ലിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഹോളിവുഡ് സ്മൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഞാനിവിടെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിരിക്കാം. എൻ്റെ പഴയ നിങ്ങൾ പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ കണ്ടാലറിയാം എൻ്റെ എൻ്റെ പല്ലിങ്ങനെ അല്ല. എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നിരയായിട്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷെ കുറച്ചുകൂടെ നീളവും കുറച്ചും കൂടെ വീതിയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പല്ല് എനിക്ക് അത്രത്തോളം എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പല്ല് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാണ്. എൻ്റെ പല്ല് പണ്ട് കുറച്ച് നീളം ഉണ്ടായിരുന്നു, അതുപോലെ വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ചിരിക്കുമ്പോൾ എൻ്റെ മേൽചുണ്ട് ഇങ്ങനെ നേരിയതുപോലെ ആയതുകൊണ്ട് എനിക്ക് ഈ ചിരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടാണ് അജീഷ് ഏട്ടൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അജ്മാനിൽ പോകുമ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട്. ഉമ്മും അജീഷ് ഏട്ടനും എനിക്ക് അവർ ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. എനിക്ക് എൻ്റെ UAയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ കാരണമാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു. ഇപ്പം അജീഷ് ഏട്ടൻ ഡെൻ്റലിൻ്റെ ടെക്നീഷ്യനാണ്. സോ ഞാൻ ഡോക്ടർ എന്നാണ് വിളിക്കുക. എനിക്കതാണ് ഇഷ്ടം, ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നമുക്ക് സ്മൈൽ കറക്ഷൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എന്താണ് സ്മൈൽ കറക്ഷൻ എന്നുള്ളത് ഞാൻ ഫോട്ടോ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്ന പല്ല് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കാണുന്നുണ്ടാവും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളെ പല്ല് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ലിപ്പോൾ പല ആൾക്കാർക്കും ഷേപ്പ് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല്ലിന് ഇടവുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതൊന്ന് നേരെയാക്കാനും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും പല്ലിൽ കറക്ഷൻസ് ചെയ്യും. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോസും ആഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ എന്തായാലും ഇവിടെ ഫോട്ടോസ് കൊടുക്കാം, ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോസ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം
ഈ പറഞ്ഞതുപോലെ തന്നെ പല്ല് അങ്ങനെയാണ് ആ ഒരു സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ ഹോളിവുഡ് സ്മൈല് വരുന്നത്. പല ആൾക്കാർ വെപ്പ് പല്ല് വെക്കുന്നവരുണ്ട്. ഈ വെപ്പ് പല്ല് വെക്കാന്ന് പറയുന്നത് പല്ലില്ലാത്തവരാണ് വെപ്പ് പല്ല് വെക്കുന്നത്. ഈ ഹോളിവുഡ് സ്മൈൽ എന്ന് പറയുന്നത് വെപ്പ് പല്ലല്ല. അത് ഓൾറെഡി പറയാം. ഈ ഹോളിവുഡ് സ്മൈൽ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഷേപ്പാണ്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിൽ ആ ഒരു ചിരി നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോളിവുഡ് സ്മൈൽ ചെയ്യുന്നത്. വെപ്പ് പല്ലെന്ന് പറയുന്നത് ഈ മുത്തശ്ശിമാരുടെ ഒക്കെ കണ്ടിട്ടില്ലേ, വെപ്പ് പല്ല് നമുക്ക് പല്ലുണ്ടാവൂല ഈ ഫ്രണ്ടില്, അപ്പൊ അവര് പല്ല് അളവെടുത്തിട്ട് പല്ല് വെക്കും. അത് അവർക്ക് ഊരി വെക്കാം, അതുപോലെ തന്നെ എടുത്ത് ഫിറ്റ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ ഹോളിവുഡ് സ്മൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊരി വെക്കലോ കാര്യങ്ങളോ നടക്കില്ല. അപ്പൊ ഇതൊരിക്കലും വെപ്പ് പല്ലല്ല. ഇതെന്ന് പറയുന്നത് ഹോളിവുഡ് സ്മൈല്, നമ്മുടെ സ്മൈല് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഓരോ കളറുണ്ട്. ചില ആൾക്കാർ കളർ കൂട്ടിയും കുറച്ചൊക്കെ വെക്കുന്നവരുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ടാണ് പല്ലിൻ്റെ കളർ വെക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്തിനാണ് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നുള്ളത്. എൻ്റെ പല്ല് 1 ഇയർ മുന്നേ ഞാൻ ഇതേപോലെ ഹോളിവുഡ് സ്മൈൽ ആക്കിയിരുന്നു. അന്ന് എൻ്റെ പല്ല്, എൻ്റെ ഒറിജിനൽ പല്ല് ഒന്ന് രാവുക എന്ന് പറയും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ രാവുക എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരസി കുറച്ച് ചെറുതാക്കാന്ന് പറയില്ല, അങ്ങനെ. പക്ഷെ പല്ലിനൊന്നും പ്രശ്നമൊന്നും വരില്ല. അത് ഒരസി ചെറുതാക്കും. ഒരസി ചെറുതാക്കുന്ന സമയത്ത് നമ്മുടെ പല്ല് എന്താ കുറച്ച് കട്ടി കുറയും. കട്ടി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെ അത് പറഞ്ഞുതരാം. നമ്മളെ കുറച്ച് ഇതൊരു വെക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ പല്ലായിട്ട് ഉന്തിയിരിക്കാതെ കാണാൻ വേണ്ടി, നമ്മൾ ഒറിജിനൽ പല്ല് പോലെ തന്നെ തോന്നാൻ വേണ്ടിയിട്ട്, ആ ഒരു ലെവലാവാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ ഉരച്ച് ഇങ്ങനെ പല്ല് രാവി ഇങ്ങനെ ശരിയാക്കിയിട്ട് അതിലാണ് ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പല്ല് ഓരോ രീതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ റേറ്റും കാര്യങ്ങളും പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇപ്പോൾ പല റേറ്റാണ്. നിങ്ങൾക്ക് UAE മാത്രമല്ല നാട്ടിലാണെങ്കിലും ഇപ്പം അവർ ചെയ്തത്. ഇതൊരു പ്രൊമോഷനായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത്. എന്താണ് ഞാൻ ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത്, നിങ്ങൾക്ക് 100% വിശ്വാസത്തോടെ എവിടെ നിന്ന് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ചെയ്തത് UAE എന്നാണ്. പക്ഷെ നിങ്ങൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നാട്ടിലും സർവീസ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ടാണ്. സോ നമ്മുടെ പല്ലിന് ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ പല്ല് 1 ഇയർ മുന്നേ ചെയ്തു. അപ്പം എൻ്റെ ഇങ്ങനെ രാവിലെ സെറ്റാക്കി. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അളവിന്. അപ്പം ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് എൻ്റെ ചെറുതാക്കിയില്ല. അപ്പം എൻ്റെ അളവിന് തന്നെ ചെയ്തു. അപ്പം ഒരുപാടൊന്നും എൻ്റെ പല്ലിൻ്റെ നീളം, എൻ്റെ ഒറിജിനൽ പല്ലിൻ്റെ ആ നീളം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ചെയ്തു വന്ന ഒരു കുറച്ച് മാസം, ആ സമയത്തൊന്നും എനിക്ക് ആദ്യമൊന്നും ഫീൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫീല് വരാൻ തുടങ്ങി. ഈ പറഞ്ഞതുപോലെ വേറൊന്നുമല്ല, എൻ്റെ പല്ല് കുറച്ച് വലുതാണോ അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ നീളം ഇരിക്കുവാണോ, പല്ല് സെറ്റായി പക്ഷെ നീളം ഇപ്പോഴും അതുപോലെയാണോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം അന്ന് ഓൾറെഡി എന്നോട് പറഞ്ഞു നിനക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, കാരണം ഇത് വെച്ച് നോക്കിയിട്ട് നിനക്ക് പറ്റുന്നില്ല, നീളം കുറച്ച് കൂടുതലാണെന്ന് നിനക്ക് പിന്നെ എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നമുക്ക് റീവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് മുന്നേ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഓക്കെ, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഒരു 6 പല്ല് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ ചെറുതാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും റീവർക്ക് ചെയ്ത് എൻ്റെ പല്ലിൻ്റെ അളവ് കുറച്ച് ചെറുതാക്കി. അപ്പം ചെറുതാക്കിയപ്പോൾ ഇപ്പം ശരിക്കും ഞാൻ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടറിയില്ല. ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ പറയും അങ്ങനെയല്ല എന്ന്, പക്ഷെ എനിക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടല്ലേ മാറ്റം മനസ്സിലാവുക. ഓക്കെ, കണ്ട ഇപ്പം ചിരിക്കുമ്പോൾ ഈ ഇടവുണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇടവുണ്ടായിരുന്നില്ല, അപ്പം നീളം ഉണ്ടായിരുന്നു. ഇപ്പം അത് അങ്ങനെയല്ല, ചിരിക്കുമ്പോഴും ഒരു കറക്റ്റ് ഒരു പൊസിഷൻ കണ്ടോ. ഓക്കെ, ആ ഒരു സാധനം ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ എൻ്റെ പല്ലിപ്പോൾ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ അവിടെ പോയി ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് ആഡ് ചെയ്യുന്നുണ്ട്. പോയതും അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാനിത് 2-3 ദിവസമായിട്ട് എടുക്കണ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരുമിപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ
ഈ പറഞ്ഞതുപോലെ ഈ സ്മൈൽ കറക്ഷൻ അല്ലെങ്കിൽ ഹോളിവുഡ് സ്മൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മളെ പല്ലിന് എന്തെങ്കിലും, ഞാൻ ആ ഫോട്ടോ കാണിച്ച പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കി തരിക. നിങ്ങൾക്ക് ഈ കളർ അല്ലാന്നുണ്ടെങ്കിൽ വേറെയും നിങ്ങളുടെ നാച്ചുറൽ കളറിലും ചെയ്തു തരും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എനിക്കിതായിരുന്നു ഇഷ്ടം. എൻ്റെ ഫേസിനും എൻ്റെ കളറിനും എൻ്റെ ബോഡി കളറിനും ഇത് ചേരുന്നത് കൊണ്ട് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലാവാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ തരുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ നെഗറ്റീവ് വിചാരിക്കുന്നവരുണ്ട്, ഇവൾ എന്താ ചെയ്തതെന്നുള്ളത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഹോളിവുഡ് സ്മൈലാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്മൈൽ ഞാനൊന്ന് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും എനിക്ക് പറയാൻ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ